गया तो झाड़ू लेकर यहाँ आ जाओ। എന്തിനാ എന്റെ അമ്മയെ കെട്ടിക്കാനോ? क्या? ആ അഭിയാവുക. എന്തിനാണ് വയസ്സുകാലത്ത് അവന്റെ അമ്മയെ കെട്ടിക്കുന്നേ? പിന്നല്ലാതെ ഞാനിവിടെ പണിയെടുക്കാണ് കണ്ടു. हटो हटो। ऐसा नहीं है। आप कैसा? अच्छा इन हमसों की चोच ऐसे ही होते क्या? അച്ചു അച്ഛനോട് മലയാളം പറയണം, ഇല്ല അച്ഛൻ മിണ്ടില്ല. അരയിനങ്ങളുടെ ചുണ്ടുകൾ ഇങ്ങനെയാണോ അച്ഛാ? ആ ഏതാണ് ഇതുപോലെ? ഇപ്പോഴോ? അപ്പൊ അതെങ്ങനെ സംസാരിക്കുക? താറാവ് സംസാരിക്കുന്ന പോലെ. ബേബിയാണോ സംസാരിക്കുക? പിന്നെ അറിയുന്ന സംസാരിക്കുക. അരയിനങ്ങൾ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന അച്ഛൻ പറഞ്ഞില്ലേ? ഓ അച്ഛൻ അങ്ങനെ പറഞ്ഞു അല്ലേ? അറിയാൻ സംസാരിക്കുമല്ലോ. നാളെ വരുന്ന കഥയിൽ അറിയാൻ സംസാരിക്കുന്നുണ്ടല്ലോ. താറാവിന്റെ പോലുള്ള ചുണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? അത് ശരിയാണല്ലോ. അപ്പൊ ചുണ്ടിങ്ങനെ പിന്നെ അങ്ങനെ അച്ഛൻ കണ്ടിട്ടില്ല. എന്റെ ചിന്നുകുട്ടിയുടെ പോലുള്ള ചുണ്ടുകളായിരുന്നു ഞങ്ങൾക്ക്. എന്റെ അമ്മക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. എടോ സീതാ, അമ്മ ഇവിടെ ഇല്ല. എടാ പോയി. അമ്മ കമ്പനിയിലേക്ക് ഫോൺ ചെയ്യാൻ പോയി. എന്തിന്? കമ്പനിന്ന് സൈറൻ കേട്ടെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പേടി. നിന്റെ അമ്മയ്ക്ക് തലയ്ക്ക് വട്ടാ. അവളോട് ചോദിച്ചു വേണോ കമ്പനിയിൽ സൈറൻ അടിക്കാൻ? വട്ടെന്ന് വെച്ചാ എന്താ വെച്ചാ? വട്ടെന്ന് പറഞ്ഞ പ്രാന്ത് പാകൽ. ആ വന്നല്ലോ. सीधा सायरन सुनने तो परेशान क्या होती है? मैं थोड़ा प्याज लेने गई थी, देखो तो सब्जी भी ले आई. ഇതൊക്കെ ഞാനും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഞാനും വാങ്ങിക്കൊരച്ചു. ഞാനും വാങ്ങിക്കൊരച്ചു. എടി ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്റെ അച്ഛന് പണ്ടങ്ങോ കമ്പനി വെച്ചൊരു അപകടം ഉണ്ടായെന്ന് വെച്ച് കമ്പനിയിൽ എല്ലാ ദിവസവും അപകടം ഉണ്ടാവുമോ? എടി ഇങ്ങനെ പഠിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? ഞാൻ പേടിച്ച ഇല്ല. ഓ ഇവിടെ ഒരു മലയാളം. ഞങ്ങളുടെ ഭാഷയെ കൊല്ലല്ലേ പൊന്നെ. നല്ല ഒന്നാം തരം ഭാഷ ഞങ്ങളെ. अरे बहुत कठिन है तुम्हारा भाषा. ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. നമ്മുടെ ഭാഷ പഠിക്കണമെങ്കിലേ നല്ലവണ്ണം നാക്ക് പിടിക്കണം മോളെ. എന്നാലേ ഇഷ്ടം, പുഷ്പം, വിദ്യുത് ശക്തി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലേ ലച്ചു? ഇഷ്ടം. ആ എന്റെ മക്കള് പറയണ കേട്ട് പഠിക്കടേ. പുഷ്പം. പുഷ്പം എന്ന് വെച്ചാ എന്താ? എന്റെ പൊന്നുമോളെ അച്ഛന്റെ മാനം കെടുത്തല്ലേ. പുഷ്പമല്ല, പുഷ്പം, ഫൂൽ, പൂവ്. അച്ഛന്റെ നാട്ടില് ധാരാളം പൂവുണ്ടോ? ഉണ്ടോന്ന്. ഇതുപോലെ വരണ്ട നാടൊന്നുമല്ല നമ്മുടെ. പൂക്കളും ചെടികളും പുഴകളും മരങ്ങളും അങ്ങനെ സസ്യശ്യാമൾ കോമൾ. അതെ, എല്ലാരും അത്താഴം കഴിക്കാൻ പോണില്ലേ? മണി 9 കഴിഞ്ഞു. ഓ പറഞ്ഞതുപോലെ മണി 9:15. വലുതും വന്ന് കഴിക്കേ. TV കണ്ട പിന്നെ ഊണും വേണ്ട, ഉറക്കവും വേണ്ട, പഠിപ്പും വേണ്ട. ഇനി അതൊന്ന് നിർത്ത്. എന്നിട്ട് എല്ലാവരും അവരുടെ വീട്ടിൽ പോണം. ഈ പരിപാടി ഒന്ന് കഴിഞ്ഞോട്ടല്ലേ ലത? നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കണം. ഇത് കുടുംബമായിട്ട് കഴിയണ വീടാ, അല്ലാതെ സിനിമാ തിയേറ്റർ അല്ല. ഈ TV വാങ്ങിയത് വലിയ കോടാലി അതിന്റെ റബ്ബേ. ഇനി നമ്മൾ കണ്ടിട്ട് അവരെ TV തേഞ്ഞു പോകണ്ട. പാവങ്ങൾ കണ്ടോട്ടടി. കണ്ടോട്ടെ, അതിനും ഇല്ല ഒരു നേരം കാലമൊക്കെ. ആ എല്ലാരും പോണം, എനിക്കൊന്ന് കിടക്കണം. എന്റെ രവീന്ദ്ര ഇനി മതി. ആ കൊച്ചൊക്കെ ഉറക്കം വരണുണ്ട്. ഏയ് അവർക്ക് ഉറക്കൊന്നും വരില്ല. എന്നെക്കാളും നാടും നാട്ടുകാരെയും കാണാൻ ഇവർക്കാ കൂടുതൽ ഇഷ്ടം. ഓ നാടിനോടൊക്കെ ഇഷ്ടം കൂട്ടിട്ട് കൊല്ലം നാട്ടിൽ പോണുണ്ടല്ലോ. നാടിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഞാൻ എന്റെ മക്കളെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്? നിങ്ങളുടെ മക്കൾക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയോ? എന്റെ മക്കൾ 56 അക്ഷരം എഴുതുകയും വായിക്കുകയും ചെയ്യും.
പിന്നെ എല്ലാം ഒന്ന് ഒത്തു വരണ്ടേ? ആ ഒത്തു വരുമ്പോഴേക്ക് മണ്ണൂർക്ക് പോകാറാവും. ഇതിനും മാത്രം എന്തോ കുത്തിക്കൊല നടത്തിയിട്ടാണ് നീ ആ നാട്ടിൽ നിന്ന് പോകുന്നത്. ഇങ്ങളെ പോലാണോ എല്ലാരും? ഇങ്ങക്ക് കൊല്ലം നാട്ടിൽ പോയില്ലെങ്കിൽ ഇരിക്കപ്പുറതയില്ലല്ലോ. ആ എനിക്കെല്ലാ കൊല്ലവും മീനച്ചിലാറ്റിലെ വെള്ളവും ആ നല്ല കാറ്റും ഒക്കെ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. പ്രയാസമൊക്കെ എനിക്കുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? മക്കളെ, ഡാ, നിനക്ക് അച്ഛനെയും അമ്മയും കൂടപ്പുറപ്പുകളെ ഒന്നും കാണണമെന്നില്ലേ? ബന്ധവും സ്വന്തം എന്നൊക്കെ പറയുന്നത് ഈ പച്ചിരിമ്പ് പോലാ മിതുക്ക. എന്നും നമ്മൾ എണ്ണയും ഗ്രീസും ഒക്കെ ഇട്ട് കൊടുത്താൽ നിൽക്കും, അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ച് ആകെ പോകും. 1 2 അല്ല, 18 കൊല്ല. അറിയോ? क्या सोच रहे हो? ഏയ്, പറ്റിയ ഈ കൊല്ലം നമുക്ക് നാട്ടിലൊന്ന് പോകണം. അച്ഛനെ അമ്മയെ കാണാൻ പോകും. ये सुनते सुनते 10 साल हो गए. അതല്ല, ഇത്തവണ പറ്റിയൊന്ന് പോയി വരണം. മക്കൾക്ക് നാട്ടിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് പോവാ അച്ഛാ. ആഹാ, അത് ശരി. ഞാനും വരും. രണ്ടും ഉറങ്ങിയിട്ടില്ല. രണ്ടിനെയും നമ്പാൻ കൊള്ളില്ല. കക്ഷികൾ രണ്ടും ഉറങ്ങിയ പോലെ കിടന്നിട്ട് എന്താ അച്ഛാ? कुछ नहीं. അച്ഛാ, എനിക്ക് സ്കൂളിൽ ലീവ് ലെറ്റർ കൊടുക്കണം. ഓ, നീ എമ്മയ്ക്ക് പഠിക്കാണല്ലോ. നാട്ടിൽ നമ്മൾ എവിടെ വെച്ചാ താമസിക്ക? ഇവക്ക് എന്തറിയാം? അച്ഛനവിടെ വീടുണ്ട്, വലിയ വീട് അല്ലേ അച്ഛാ? ഹമീദിക്കയുടെ വീട് പോലെ ആണച്ചാ. അച്ഛന്റെ വീട്ടിലെ തൊഴുത്തുണ്ടല്ലോ, തൊഴുത്ത് എന്ന് വെച്ചാ പശുക്കളെ കെട്ടുന്ന സ്ഥലം, ഗോശാല. അത് അമീദ്ക്കാടെ വീടിന്റെ 3 ഇരട്ടിയുണ്ട്. അച്ഛന്റെ കമ്പനി മാനേജറിന്റെ ബംഗ്ലാവിന്റെ എത്ര ഉണ്ട് അല്ലേ അച്ഛാ? അതൊക്കെ ഒരു വീടാണോ മോളൂ? നിങ്ങൾ ഈ ടി വിയിലെ കണ്ടിട്ടില്ലേ വലിയ രാജകൊട്ടാരം പോലെയുള്ള വീടുകൾ, ഹവേലി? അതൊരു രാജകൊട്ടാരം തന്നെയാ. അവിടെ രാജാവുണ്ടാച്ചാ? പിന്നെ രാജ DIG ഗോവിന്ദ മേനോൻ, റാണിയുണ്ട്, യുവരാജാക്കന്മാരുണ്ട്, രാജകുമാരിമാരുണ്ട്. അപ്പോ അച്ഛനും രാജാവാണോ? അച്ഛൻ രാജാവാണ്, രാജ്യമില്ലാത്ത രാജാവ്.